പമ്പ അയ്യപ്പ സംഗമവുമായിട്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ പറയുന്നത് ഞങ്ങൾ ദക്ഷിണേന്ത്യ മുഴുവനും തത്വമസി പ്രചരിപ്പിക്കും എന്നാണ്. ഈ തത്വമസിയാണ് ശബരിമലയിലെ ആപ്തവാക്യം. എന്താണ് ഈ തത്വമസി? ആ തത്വമസിയുടെ ആന്തരിക അർത്ഥം ബോധ്യപ്പെട്ടിട്ടാണോ നമ്മുടെ സർക്കാർ ഇതൊക്കെ പറയുന്നത്? ഈ ശബരിമല എന്ന് കേൾക്കുമ്പം തന്നെ ലോകം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ തെളിയുന്ന ഒരു വാക്യമാണ് തത്വമസി. അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ആദ്യം ദേവസ്വം മന്ത്രി പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ അയ്യപ്പ സംഗമം അന്തർദേശീയ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നു, അത് കഴിഞ്ഞ് പാർട്ടിയുടെ നേതാക്കൾ പറയുന്നു, എല്ലാം കഴിഞ്ഞ് അവസാനമായപ്പോൾ പറയുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നത് എന്നായി. അപ്പോൾ ഈ വ്യക്തതയില്ല ആരാണ് സംഘടിപ്പിക്കുന്നത്. വ്യക്തത വളരെ വ്യക്തമാണ്. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. കാരണം ഇപ്പോൾ പൊളിറ്റിക്കൽ അജണ്ടയാണെങ്കിലും അതിൽ പറ്റിയിരിക്കുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ വീഡിയോ ക്ലിപ്പിങ്ങുകൾ മുഴുവൻ ഇപ്പോൾ പ്രചരിക്കുകയാണ്. പഴയ ശബരിമല പ്രക്ഷോഭ സമയം, അല്ലെങ്കിൽ VSന്റെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അത് തിരുത്താൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം, അടുത്ത പിണറായി ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം, ഇത് കോടതി തന്നെ ചോദ്യം ചെയ്തതാണ്. പാർട്ടി മാറിയിരിക്കാം, പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയാണല്ലോ എങ്ങനെ സംഭവിക്കുന്നു? അത് നേരെ വൈരുദ്ധ്യം. ഈ രണ്ട് സർക്കാരുകളും മാറിയപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റിൽ മാറ്റം വന്നു. അപ്പോൾ ഞാൻ ആ തത്വമസി എന്നുള്ളതിൽ വന്നാൽ ഈ ശാസ്ത്ര പഠനം അല്ലെങ്കിൽ ശാസ്ത്രീയ അടിത്തറ എന്നുള്ളത്, ഇത് നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗത്തിൻ്റെ ഇടയിലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലും ഇപ്പോൾ ഇത് അന്യം നിന്ന് നിൽക്കുകയാണ്. ഞാൻ പറയാൻ കാരണം, ലോകത്ത് എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാലും അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് കാർൾ മാർക്സിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. അപ്പോൾ ഭൗതികത്തിൽ വൈരുദ്ധ്യം, ഞാൻ കണ്ടതിനെ മാത്രമേ ഞാൻ വിശ്വസിക്കൂ, അല്ലാതിനെ ഒന്നിനും വിശ്വസിക്കില്ല. അവനാണ് ഈ പീരിയോഡിക് ടേബിളിൽ പറഞ്ഞിരിക്കുന്ന എലിമെന്റ്സിനെ മുഴുവൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും നമ്മൾ കണ്ടതല്ല. നമുക്കറിയാവുന്നത് ചെമ്പും പിത്തളയും ഇരുമ്പും ഇതൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഓക്സിജനോ, ഇതൊക്കെ നമ്മൾ കാണുന്നില്ല, പക്ഷെ അനുഭവിച്ചു എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ കാണാത്തതിനൊന്നും വിശ്വസിക്കില്ല, അതുകൊണ്ട് ഇതാണ് ഭൗതികവാദം എന്ന് പറഞ്ഞ് നിൽക്കുകയും നമ്മുടെ പാരമ്പര്യത്തിനെ മുഴുവൻ തള്ളിക്കളയുകയും നമ്മുടെ ദേശീയതയോ നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങളെയോ എല്ലാം ഇത് പ്രാകൃതമാണ് എന്ന് അവഹേളിച്ചുകൊണ്ട് വൈദേശികമായ സംഗതികളെ അതിൽ പിടിക്കുന്നു. ഇതാണ് എന്തോ വലിയ സംഗതി. ഇത് പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് എങ്ങനെയാണോ അവൻ്റെ കാല് തൊട്ട് വന്നിച്ച് നിന്നത്, കാരണം ആ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളതെല്ലാം തെറ്റാണ്, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ അക്കരെ പച്ചക്കരാണ്. ഇവിടുത്തെ അടിയിലുള്ള മണ്ണ് അവരറിയുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന അയ്യപ്പൻ്റെ ഈ പറഞ്ഞ സന്ദേശം, തത്വമസി എന്ന് പറയുന്ന സന്ദേശം, ഇതിൻ്റെ ആ ഒരു പഠനം നമ്മൾ നടത്തിയാൽ നമ്മുടെ ഭാരതീയ 4 വേദങ്ങൾ, ഈ 4 വേദങ്ങളിൽ അതിൽ ഉപനിഷത്തുകളുണ്ട്. ഇപ്പോൾ വേദം അല്ലെങ്കിൽ ഉപനിഷത്ത് ആര് രചിച്ചു എന്ന് നോക്കിയാൽ ഒരു ഉപനിഷത്തും റിട്ടൺ ബൈ സ്വയൻസോ എന്ന് പറഞ്ഞൊരു കോപ്പിറൈറ്റ് ഇല്ല. അവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം, അവിടെ അത് തരുന്ന സന്ദേശത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഈ ഉപനിഷത്തുകൾ എങ്ങനെ വന്നെന്ന് വെച്ചാൽ, ഈ 4 വേദങ്ങളിൽ ഋഗ്വേദത്തിൽ നമുക്ക് 21 ശാഖകളുണ്ട്. അപ്പോൾ 21 ശാഖകൾക്ക് 21 ഉപനിഷത്ത്. യജുർവേദം 109 ശാഖ, സാമവേദത്തിന് 1000 ശാഖ, അഥർവവേദത്തിന് 50 ശാഖ. ഈ ഓരോ ശാഖയ്ക്കും ഓരോ ഉപനിഷത്തുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1150 ഉപനിഷത്ത് നമ്മുടെ സംസ്കാരത്തിനുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? ഇതെന്തുകൊണ്ട് വരാൻ കാരണമെന്ന് വെച്ചാൽ, ഒരു ശാഖ അത് പ്രചരിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ അവരുടേതാണ് ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന ഇന്ന ശാഖയുടെയാണ്. ഇത് പിന്നീട് ഈ വൈദേശിക ശക്തികൾ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുകയും നമ്മുടെ നിയന്ത്രണങ്ങൾ അവരെ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ
വേദപഠനം നിരോധിക്കപ്പെട്ടു. ആ. അപ്പം നിരോധിക്കപ്പെട്ടപ്പോൾ ഇത് രഹസ്യമായിട്ട് മാത്രമേ വേദം പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള ഒരവസ്ഥ വന്നു. പുറമേ പഠിപ്പിച്ചാൽ തലപോകും. അപ്പം മറ്റുള്ള വ്യക്തികൾക്ക് ഇതിനകത്ത് വന്ന് പഠിക്കാൻ വയ്യാതായി. അപ്പോൾ ആചാര്യന്മാർക്ക്, ഇതിൻ്റെ വൈദഗ്ധ്യമുള്ളവർക്ക് അവരുടെ കുടുംബത്തിനകത്ത് രഹസ്യമായിട്ട് ഇത് പഠിപ്പിക്കാം എന്നുള്ള ഒരു ചട്ടക്കൂടുണ്ടായി. അങ്ങനെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, പുറത്തറിയാൻ പാടില്ല പഠിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടാണ് പലതും നമ്മൾ പറയുന്നത് രഹസ്യോപദേശമാണ്. ഈ രഹസ്യം പുറത്തു പോയാൽ ജീവൻ പോയി. അങ്ങനെ ഒരു അവസ്ഥ ഭാരതത്തിൽ ഭയന്നാണ് ഇതെല്ലാം രഹസ്യ ഉപദേശങ്ങളായി മാറിയത്. അങ്ങനെയാണ് ഈ ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ ഇതനുസരിച്ച് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നാര് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ തല കാണില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇതിൽ ഈ ഋഗ്വേദത്തിൽ ഐത്രേയ ഉപനിഷത്ത് അതിൻ്റെ ഈ ഫിലോസഫിയുടെ എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ അവസാനം തരുന്ന ഒരു ഷോർട്ട് ഉപദേശം എന്നുള്ളതാണ് പ്രജ്ഞാനം ബ്രഹ്മ. ഇതുപോലെ യജുർവേദത്തിൽ ബൃഹദാരണ്യ ഉപനിഷത്ത്, അപ്പം അതിലാണ് പറഞ്ഞിരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി. എല്ലാവർക്കും അറിയാം, നമ്മൾ പലപ്പോഴും നമ്മൾ പുറത്തിറങ്ങിയ മഹാവാക്യങ്ങൾ എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി 4 മഹാവാക്യം. അതെ. സാമവേദത്തിന്റെ ചാണ്ടോക്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു തത്വമസി. ഈ സാമവേദവും അറിയില്ല, ചാണ്ടോക്യ ഉപനിഷത്തൊന്നും കേട്ടിട്ടില്ല. തത്വമസി ആണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. വരുന്നത് വേദത്തിന്റെ അടിത്തറയിൽ നിന്നാണ് ഇത് വന്നത്. അതെ, പക്ഷെ ആ വേര് വേണ്ട, വേദം വേണ്ട, അത് വേണ്ട. കൺക്ലൂഡിങ് വേർഡ് മാത്രം മതി. നമ്മൾ ശുഭം എന്ന് എഴുതുമല്ലോ, അതുപോലെയാണത്. ഇതിൽ നിന്ന് അതിന്റെ ഫുൾ കണ്ടന്റ് ശിഷ്യന് പകർന്നു കൊടുക്കുന്ന ഒരു ഷോർട്ട് ഇതാണ്, മെസ്സേജാണിത്. അഥർവവേദത്തിൽ പറഞ്ഞിരിക്കുന്നു, മാണ്ഡൂക്യ ഉപനിഷത്തില് അയം ആത്മാ ബ്രഹ്മ. അപ്പൊ ഇതെല്ലാം തന്നെ ഈ അടിസ്ഥാനം എന്ന് പറയണത് ബ്രഹ്മം എന്നൊരു സംഗതി ആണ് നമ്മുടെ ഭാരതീയ ഫിലോസഫിയുടെ അടിസ്ഥാനം. ഈശ്വരനല്ല, ബ്രഹ്മമാണ് സ്ഥായിയായി ഉള്ളതെന്നും ബാക്കിയെല്ലാം ഈ പ്രപഞ്ചവും എല്ലാം മായയാണെന്നും ഈ ബ്രഹ്മത്തിനെ അറിയാൻ വേണ്ടി എവിടെ ബ്രഹ്മം ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആകാശത്തിലോ കല്ലിലോ വേറെ ഒന്നിലും അല്ല. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഈസ് വിത്തിൻ യു. നമ്മളിലിരിക്കുന്ന ചൈതന്യമേതോ അതാണ് ബ്രഹ്മം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 41 ദിവസത്തെ വ്രതം, കറുത്ത വസ്ത്രം ധരിച്ച അയ്യപ്പ ഭക്തൻ, അല്ലെങ്കിൽ അവൻ അയ്യപ്പൻ എന്ന് തന്നെ അവനെ പേരിടുന്നതെന്ന് വെച്ചാൽ അവിടെ ഭക്തനും മൂർത്തിയും തമ്മിൽ വ്യത്യാസമില്ല. സ്വാമി എന്നാണല്ലോ പരസ്പരം, സ്വാമിനെ വിളിക്കൂ അല്ലെങ്കിൽ അയ്യപ്പ എന്ന് വിളിക്കാം. അതെ. അപ്പോൾ ഈ അയ്യപ്പനിടുന്ന കറുത്ത വേഷം എന്താണ്? തമസിന്റെ പ്രതീകമാണ് കറുപ്പ്, രജസിന്റെ പ്രതീകം ചുവപ്പും, സത്വത്തിന്റെ പ്രതീകം വെള്ളയുമാണ്. അപ്പൊ ഈ 41 ദിവസം ഇവൻ കറുപ്പണിഞ്ഞ് മലയ്ക്ക് ചെന്ന് അത് കഴിഞ്ഞ് ആദ്യം എവിടെയാണോ അവൻ കുളിക്കുന്നത് അവിടെ വസ്ത്രം മാറുമ്പോൾ ഈ കറുപ്പിനെ അഴിച്ചു കളയുകയാണ്. അപ്പൊ എല്ലാവരും പറയും ഇത് അയ്യപ്പന്മാർ വന്ന് ചവറിടുന്നു എന്ന് പറയും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ തമസ്സിനെയും ഇതിലേക്ക് ആവാഹിച്ച് നമ്മൾ ഇതിനെ പുറമേ കളയുകയാണ്. ഇതിനു വേണ്ടിയാണ് 41 ദിവസത്തെ വ്രതം. ഇതൊന്നും മനസ്സിലാക്കാതെ എവിടെയോ കിടന്ന ഒരു ആചാരവും ഇല്ലാതെ ഒരു സംസ്കാരവും ഇല്ലാത്ത നമ്മളിനി എവിടെ ചെന്നാലും ശരി തന്നെയാണ്, ഏത് കാര്യത്തിലായാലും ശരി തന്നെ, ഈ പറയുന്ന ആർത്തവ സമയത്തുള്ള സ്ത്രീ ഇവരെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ പാക്കറ്റുകൾ കയ്യിൽ വെച്ചുകൊണ്ട് അയ്യപ്പൻ്റെ അവിടെ വന്ന് കയറി അവിടെ മുഴുവൻ കളങ്കപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് സ്പോൺസേർഡ് പരിപാടി നടത്തിയ, ഗവൺമെൻറ് അജണ്ട നടത്തിയവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹം മറന്നിട്ടില്ല. ഹിന്ദുക്കൾ മാത്രമല്ല, അയ്യപ്പനെ കാണാൻ പോകുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എത്രയോ പേര് അയ്യപ്പ വിശ്വാസികളുണ്ട്. എൻ്റെ അടുത്ത് ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ ഉള്ള വിശ്വാസം മാത്രമേ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്, ഭയങ്കര ശക്തിയാണ് എന്ന് ക്രിസ്ത്യാനികളടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പോലീസുകാർ പോലും പരസ്പരം സ്വാമി എന്നാണ് വിളിക്കുന്നത് എന്ന് ഓർഡർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈ സമയത്ത് പോലീസുകാർ അന്യോന്യം സ്വാമി എന്ന് അഭിസംബോധന ചെയ്യരുത്, വരുന്ന ആരെയും തന്നെ സ്വാമി എന്നോ അയ്യപ്പ എന്നോ വിളിക്കരുത് എന്ന് ഗവൺമെന്റ് നിർദ്ദേശം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിക്കോണം, എങ്ങനെയാണ് നമ്മളിലുള്ള ഒരു വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗവൺമെന്റ് സ്വാധീനവും ഗവൺമെന്റ് മിഷനറിയും പോലീസിന്റെ മസിൽ പവറും ഉപയോഗിച്ച് ചെയ്തത്. അവിടെ കൊണ്ടുവന്ന് കയറ്റിയത് ആരൊക്കെയാണ്? തമിഴ്നാട്ടിൽ ചെന്ന് അവരെ അടിച്ചു കൊല്ലും. കാരണം ഇവിടത്തേനേക്കാളും തീവ്രമായ അയ്യപ്പ വിശ്വാസികളാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഉള്ളത്. അവിടെ നിന്നുള്ള ഈ ചില സാമൂഹ്യവിരുദ്ധ പെണ്ണുങ്ങളെയാണ് ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയത്. അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം നന്നായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കണം.
അതാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇതാണ് ഭൗതികവാദമായിട്ട് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിപ്ലവം എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യവസ്ഥിതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കണം. അതിൽ വ്യവസ്ഥിതിയെ തിരുത്താൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ. പക്ഷെ എല്ലാം അടിച്ചു പൊളിച്ച് തീർത്ത് ഈ ആളുകളെ ഇരിക്കുന്ന ആരെങ്കിലും അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നും കാണുന്ന പോലെ അത് നമുക്ക് നോക്കി നിൽക്കണവന് പിടിച്ചു വാങ്ങിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായി ഈ കമ്മ്യൂണിസം അതപ്പതിച്ചു പോയി. അല്ലാതെ അധ്വാനവർഗം എന്ന് പറയുന്നവൻ അധ്വാനിച്ച് വളരുന്ന സംസ്കാരം അവരുണ്ടാക്കുന്നില്ല. അധ്വാനത്തിൻ്റെ ഫലമാണ് അവൻ്റെ സമ്പാദ്യം. അപ്പം മറ്റുള്ളവൻ്റെ സമ്പാദ്യം മുഴുവൻ പിടിച്ചു പറിക്കുക. അത് ഇനി ബാങ്കിങ് മേഖലയിൽ അവർ കയറിയാലും അല്ലാതെ വ്യവസായ മേഖലയിൽ അവർ കയറിയാലും ഒരു വ്യവസായങ്ങളും കാർഷിക മേഖല നശിപ്പിച്ചു. കേരളത്തിന്റെ നട്ടെല്ല് എന്ന് പറഞ്ഞിരുന്നത് കേരളത്തിലെ നെല്ലുൽപാദനവും തേങ്ങ ഉൽപാദനമായിരുന്നു. ഈ രണ്ടും ഇന്ന് കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. വയലില്ല. ഏതാണ്ട് കർഷക തൊഴിലാളി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി വെച്ചതല്ലാതെ, ചുവന്ന കൊടി കുത്താനല്ലാതെ, നെല്ല് വിതയ്ക്കാനോ നെല്ല് കൊയ്യാനോ ഇന്ന് നാട്ടിൽ തൊഴിലാളി ഇല്ല. പക്ഷേ ആ തൊഴിലാളി സംഘടനയുണ്ട്. അവിടെ ഇന്നേ വരെ ചെളിയിൽ ചവിട്ടിയിട്ടില്ലാത്ത, ഇന്നേ വരെ വേർത്ത് ജോലി ചെയ്തിട്ടില്ലാത്ത നേതാക്കൾ അതിൻ്റെ മുകളിലിരിപ്പുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് കേരളത്തിൽ ഇവർ ടോട്ടലായി നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ നശിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആചാരങ്ങളെ നശിപ്പിക്കണം, എല്ലാം ഇല്ലാതാക്കണം. ഇപ്പം നമ്മളെ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെ പെരുമാറുന്നു? ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമ്മൾ കാണുന്നത് ഏത് രീതിയിലാണ്? അധ്യാപകരെ ബഹുമാനിക്കുന്നില്ല. അച്ഛനെയും അമ്മയും തന്നെ ബഹുമാനം ഇല്ലാതായി. അപ്പം അച്ഛൻ, അമ്മ, അച്ഛൻ, ഗുരു, ഈ രീതിയിലാണല്ലോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ആരെ വന്ദിക്കണം എന്ന് പഠിപ്പിക്കണത്. അവരെ വന്ദിക്കാതാക്കി. അധ്യാപകരെ കണ്ട ഇടയപൂടെ എന്ന് വിളിക്കുമെന്നുള്ള സംസ്കാരമാക്കി. അവരെ പരസ്യമായി നിർത്തി അവഹേളിക്കുന്ന സംസ്കാരമാക്കി. അല്ല, അത് അധ്യാപകർക്ക്. അപ്പൊ ഇത് തന്നെയാണ് ഈശ്വര സങ്കല്പത്തിൽ അവർ ചെയ്യുന്നത്. കാരണം ഒരു സങ്കല്പം ഉണ്ടെങ്കിലേ നമ്മൾ ഒരു നേരായ വഴിക്ക് പോകും. അല്ലാതെ സങ്കല്പത്തെ നശിപ്പിക്കുക, ആ സങ്കല്പങ്ങളെല്ലാം നശിപ്പിക്കുക, എന്നിട്ട് ഞങ്ങൾ പറയണ ചെയ്താൽ മതി, എന്നിട്ട് തത്വമസി പ്രചരിപ്പിക്കുക. അപ്പൊ തത്വമസി എന്ന് പറയുന്നത് എന്താണ്? ഗുരു അവസാനം പറയുകയാണ്, നീ അന്വേഷിച്ചു വന്നത് ഏത് വസ്തുവിനെയാണോ അത് നീ തന്നെയാണ്. ആ നീ എന്ന് പറയുന്നത് ആ നിൽക്കുന്ന രൂപം, ഫോട്ടോ എടുക്കുന്ന രൂപമല്ല, അവന്റെ സദ്രൂപമാണ് ഈ പറയുന്ന നീ. അതായത് അവനിലിരിക്കുന്ന ഈശ്വര ചൈതന്യം. ആ ചൈതന്യത്തിനെയാണ് അവിടെ ഗുരു പറഞ്ഞു കൊടുക്കുന്നത് തത്വമസി. പക്ഷെ അതിനെ വിശകലനം ചെയ്യുമ്പോൾ അത് വലിയ ഒരു ടെക്സ്റ്റാവും. ഇതാണ് ഈ തത്വമസിയുടെ അടിസ്ഥാനം. അപ്പൊ ആ തത്വമസിയെ അല്ല ശരിക്കും പ്രചരിപ്പിക്കുന്ന, ആ ഒരു വാക്ക് മാത്രം പ്രചരിപ്പിച്ചതുകൊണ്ട് അതെ മുതലെടുക്കാനുള്ള ഒരു ശ്രമം. ഇതിൽ ഉദ്ദേശം മുതലെടുപ്പ് വേറെ ഒന്നുമില്ല, പണം മാത്രം. കാരണം കഴിഞ്ഞ ശബരിമല സമരം നടക്കുന്ന സമയത്ത് വളരെ പ്രശസ്തമായ ഒരു വീഡിയോ ഉണ്ട്. ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന, അത് നമുക്കറിയാമല്ലോ, ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള പല ബിസിനസ്സുകാരും, ചെറിയ ബിസിനസ് ആയാൽ പോലും അവരുടെ ഒരു ബിസിനസിന്റെ ഷെയർ അയ്യപ്പനുണ്ട്. എങ്ങനെയാണോ തിരുപ്പതിക്കുള്ളത് അതുപോലെ അയ്യപ്പനുണ്ട്. അപ്പൊ കൃത്യമായി ആ ഷെയർ അവർ വർഷാവർഷം ശബരിമലയിൽ വന്ന് അവിടെ കാണിക്ക സമർപ്പിക്കും. അപ്പൊ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാള് ഒരു കെട്ട് പണം, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ കാണിക്കപ്പെട്ടി എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പൻ്റെ സ്വത്താണെന്ന് വിചാരിച്ച് അതിലേക്ക് സമർപ്പിച്ച് തൊഴുത് എണീക്കുമ്പോൾ കഴുത്തി കിടക്കുന്ന കട്ടിയുള്ള സ്വർണ്ണമാല ആ കാണിക്കപ്പെട്ടിയുടെ സൈഡിൽ ഉടക്കി. പെട്ടെന്ന് ഇയാളുടെ പ്രതികരണം, അയ്യപ്പ നീ ഇതും കേക്കറിയാ, ഞാൻ ഇത്രയും പോട്ടിട്ടും ഇതും കേക്കറിയാ, അതായത് ഇത്രയും ഞാൻ സമർപ്പിച്ചിട്ട് ഇതും നിനക്ക് വേണോ? അപ്പം തന്നെ അത് ഊരി അതും കാണിക്കപ്പെട്ടിട്ടു. ഇത്ര സമർപ്പണമായ ഭക്തിയാണ് ഈ ഒരു ഇതാണ്. അല്ലാതെ അതിൽ ഒരു സ്വാർത്ഥതയില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഭക്തരെ ചൂഷണം ചെയ്യുക, ഈ പണത്തിനെ ചൂഷണം ചെയ്യുക. ഭക്തരെന്തോ ആയിക്കോട്ടെ, ഒരു സംവിധാനവും കൂട്ടിക്കൊടുക്കുന്നില്ല. ഇനിയിപ്പം നമ്മളിപ്പോൾ ഇത് സർക്കാർ വിളിക്കുന്ന എത്രയാണ്, 300 വിശിഷ്ട വ്യക്തികളെ വിളിക്കുന്നു അല്ലേ ഇതിനകത്ത്, ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട്. ഇതിൽ ആരെങ്കിലും ഈ ഗുരുസ്വാമി എന്ന് പറയുന്ന 18 പ്രാവശ്യം തുടരെ മല ചവിട്ടിയ ഈ അയ്യപ്പ കൂട്ടങ്ങളെ കൊണ്ടുപോകുന്ന അതിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ആചാര്യൻ ഗുരുസ്വാമി, എത്ര ഗുരുസ്വാമിമാര് ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കും? ഇനി ഈ വരുന്ന അയ്യപ്പന്മാർ ഒരു വർഷത്തെ സേവിങ് ആണ് അവർ കൊണ്ടുവന്ന് ശബരിമലയിൽ ഇടുന്നത്. അതിലാണ് അവർ ഈ 41 ദിവസം വ്രതവും എടുത്ത് ശബരിമലയും ചവിട്ടി ബാക്കി എത്രയോ അമ്പലങ്ങളും കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നത്. ഒരു പിൽഗ്രിമേജ് ടൂറാണ് അവർക്ക്. അവരിൽ എത്ര പേർക്ക് ഇവർ പറയുന്ന, സർക്കാർ പറയുന്ന സമയത്ത്, ഈ മണ്ഡലകാലം അല്ലാതെ
ഇവിടെ അയ്യപ്പൻ്റെ സംഗതികൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു യോഗം വിളിക്കുന്നു, ഇതിൽ വരാൻ പറഞ്ഞാൽ ഇതിൽ എത്ര പേര് തയ്യാറാകും? ഒരാൾ പോലും വരില്ല. വേറെ ജോലിയുള്ള ഒരുത്തന് ഇതിന് വരാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറേ കോടീശ്വരന്മാരെ വിളിച്ചുകൊണ്ട് വരിക. ഇതിനകത്ത് ജനാധിപത്യവും ഇല്ല, സോഷ്യലിസവും ഇല്ല. പണമുള്ളവനെ വിളിച്ചുകൊണ്ട് വരിക, അവരെ മാത്രം സ്പെഷ്യലായി VIP ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ച് അവരെ കൊണ്ടൊരു സംഗതി ഉണ്ടാക്കി അവരെ ഇന്ന് 3 കോടി 1 കോടി എന്ന് പറഞ്ഞിട്ട് പൈസ കളക്ട് ചെയ്യുക. ഇവിടെ പൈസ മാത്രമേ വേണ്ടിയുള്ളൂ. കാരണം കേരളത്തിന് പൈസ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ ഓണം കഴിഞ്ഞേ ഉള്ളൂ. ഓണാഘോഷത്തിലെ മദ്യം വിറ്റത് നമുക്കറിയാം. എത്ര കോടി രൂപ? 800 കോടിയോ ലോട്ടറി ഇല്ലേ? അതാണ് കേരളത്തിലെ റെക്കോർഡ് വരുമാനമാണ് മദ്യം വിറ്റ്. അപ്പോൾ ഒന്നീ മദ്യം വേറെ ആരും വിൽക്കരുത്, സർക്കാരെ വയ്ക്കൂ. ആരും ചൂതുകളി നടത്താൻ പാടില്ല, നിരോധിച്ച സംഗതിയാണ്, സർക്കാരെ ലോട്ടറി നടത്തും. അപ്പോൾ ഇത് രണ്ടുമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാന വരുമാനമാക്കി ധനമന്ത്രി വെച്ചിരിക്കണം. പിന്നെ പിടിച്ചു പറയേ ഉള്ളൂ. പിടിച്ചു പറയുന്ന പറയുന്നത് റോഡിൽ നമ്മളെ തടഞ്ഞു കിടക്കുക. അതിനേക്കാളും എല്ലാം നല്ലത് ദേവസ്വം ബോർഡിന്റെ കാണിക്കപ്പെട്ടിന്ന് കയ്യിട്ട് വരിക. അപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവർ കേസ് വന്നു. കാരണം ഒരു ജനാധിപത്യ ഗവൺമെന്റ്, ഒരു സെക്യുലർ ഗവൺമെന്റ് അത് നടത്തേണ്ട ജോലിയല്ല ഇത്. അപ്പോൾ ആണ് പറഞ്ഞത് ഇത് ഗവൺമെന്റ് അല്ല നടത്തുന്നത്, പെട്ടെന്ന് മാറി ഇത് ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വമാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞതെല്ലാം വെറുതെയായി, മന്ത്രി പറഞ്ഞതും ബാക്കി നേതാക്കന്മാർ പറഞ്ഞതും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവരിൽ നിന്ന് ഈ പൈസ എങ്ങനെ നമുക്കെടുക്കാം, നമ്മളെ ആവശ്യത്തിന്. കാരണം നമുക്കെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഈ പിൻവാതിൽ നിയമനവും വേണ്ടാത്ത ആർഭാട ചെലവുകളും ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയിലല്ലല്ലോ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കുന്നത്. സിമ്പിൾ ലിവിങ് എവിടെയെങ്കിലും ഒന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ ഇന്ന് കാണുന്നുണ്ടോ? അവൻ്റെ വേഷം, അവനിട്ടിരിക്കുന്ന ചെരുപ്പ്, അവൻ്റെ കണ്ണാടി, അവൻ്റെ വാഹനം, അവൻ്റെ ജീവിത നിലവാരം, അവൻ്റെ ആഹാര രീതി, ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഈ ആർഭാടത്തിലേക്ക് പോകാനായിട്ട് കേരളത്തിന് ഒരു പുരോഗതിയും ഉണ്ടാക്കാത്ത ഒരു പിടിച്ചുപറി സംസ്കാരം, അതിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പൻ്റെ ഇതിനെയും കൂടെ പിടിച്ചു പറിച്ചെടുക്കുക. ഈ ഒറ്റ ഉദ്ദേശമേ ഇതിനകത്തുള്ളൂ. അല്ലാതെ ഇതുവഴി ഇനി ശബരിമലയ്ക്ക് പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഉണ്ടാക്കാൻ പോണില്ല. അത് അവർക്ക് ഉദ്ദേശവുമില്ല. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ആൾ വരാതാക്കുക എന്നുള്ളതാണ്. പുരോഗതി ഞങ്ങൾക്കുണ്ടാകണം. അത് ഞങ്ങൾക്ക് വ്യക്തിപരമായ പുരോഗതി നേതാക്കൾക്കുണ്ടാക്കണം. ബാക്കി പാർട്ടി അണികൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്യൂൺ പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലോ ഒരു ടെമ്പററി പോസ്റ്റ്, അത് തോം അസി നിന്റെ കയ്യിലിരിക്കുന്നത് ഇങ്ങോട്ട് തന്നാൽ മതി. ഇതാണ് സംഗതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.